CSR ഫണ്ട് തട്ടിപ്പിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്ന് പുറത്തുവന്നത്. BJP നേതാവ് AN രാധാകൃഷ്ണന് ഫണ്ട് തട്ടിപ്പ് പ്രതി അനന്തുകൃഷ്ണനുമായി അടുത്ത ബന്ധമെന്ന് കോൺഗ്രസ് നേതാവും തട്ടിപ്പ് കേസിലെ 7ാം പ്രതിയുമായ ലാലി വിൻസെന്റ് വെളിപ്പെടുത്തി. AN രാധാകൃഷ്ണനും അനന്തുകൃഷ്ണനും തമ്മിൽ കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ലാലി വിൻസെന്റ് പറയുന്നു. അതേസമയം AN രാധാകൃഷ്ണൻ സംഘടിപ്പിച്ച സ്കൂട്ടർ വിതരണ പരിപാടിയിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് BJP നേതൃത്വം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിൽ വനിതകൾക്ക് സൗജന്യ നിരക്കിൽ ഇരുചക്രവാഹനം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള 50-ലധികം പോസ്റ്റുകൾ കാണാം. AN രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൈൻ എന്ന സന്നദ്ധ സംഘടന അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ് സംഘടനയായ നാഷണൽ NGO കോൺഫെഡറേഷനുമായി സഹകരിച്ചിരുന്നു. കേരളത്തിലുടനീളം നടത്തിയ പരിപാടികളിൽ AN രാധാകൃഷ്ണൻ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു. അനന്തുകൃഷ്ണന്റെ പരിപാടികളിൽ പലതവണ AN രാധാകൃഷ്ണൻ ഉദ്ഘാടകനായി എത്തി. തന്റെ സ്വന്തം പരിപാടിയായാണ് AN രാധാകൃഷ്ണൻ സ്കൂട്ടർ വിതരണത്തെ അവതരിപ്പിച്ചത്. ANR for BJP കേരളം തുടങ്ങിയ ഹാഷ്ടാഗുകളും തട്ടിപ്പ് പരിപാടിയുടെ പരസ്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജയായിരുന്നു ഉദ്ഘാടക. BJP സംസ്ഥാന നേതാവ് നേരിട്ട് നേതൃത്വം നൽകുന്ന പദ്ധതി എന്ന പ്രതീതിയിലൂടെ കിട്ടുന്ന വിശ്വാസ്യത അനന്തുകൃഷ്ണൻ മുതലാക്കി. ആയിരക്കണക്കിന് സ്ത്രീകളെയും കർഷകരെയും വഞ്ചിക്കാൻ ഇത് ഉപയോഗിച്ചു. തട്ടിപ്പുകാരനുമായുള്ള ബന്ധത്തെപ്പറ്റി AN രാധാകൃഷ്ണൻ ഇതുവരെ പൊതുപ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇതിനിടെ പരാതിക്കാരെ സ്വാധീനിക്കാൻ BJP നേതാവായ രേണു സുരേഷ് ശ്രമിച്ചതിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് പൈസ കിട്ടുമെന്നുള്ളത്. അല്ല, എന്നോട് നമ്പറൊന്നും മേടിച്ചു തരാമോന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് ഇത്ര വിഷയം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൈസ മേടിച്ച് തിരിച്ചു തന്നേക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഉത്തരവാദിത്തമാണുള്ളത്. അപ്പൊ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഞാനത് അങ്ങനെ എനിക്ക് കൂട്ടിയെപ്പിച്ച് ചോദിക്കുന്നത് ഇഷ്ടമല്ലാത്തോണ്ടാണ് ഞാൻ അത് തന്നേക്കാന്ന് പറഞ്ഞു. ഏത് ചേട്ടനാ നമ്പർ ചോദിച്ചേ? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരത് വിളിച്ച് നിങ്ങൾക്ക് ചെയ്തു തരും. ഇല്ലെങ്കിൽ ഞാൻ അതിന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടല്ലേ, ഞാൻ എന്റെ അക്കൗണ്ടിലല്ലേ പൈസ കിട്ടിയേക്കണത്. മോളുടെ അക്കൗണ്ടിൽ തന്നെ പൈസ കിട്ടും. 5-ാം തീയതി തന്നെ കിട്ടും. 5-ാം തീയതി തന്നെയെന്നല്ല, അവര് അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞ. വണ്ടി വേണ്ടാന്നുണ്ടെങ്കിൽ അവര് പൈസ തരുമെന്നാണ് എന്നോട് പറഞ്ഞേക്കണത്. 5-ാം തീയതിക്ക്. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റിനെ CSR തട്ടിപ്പ് കേസിൽ 7ാം പ്രതിയാക്കി കണ്ണൂർ പോലീസ് കേസെടുത്തു. അനന്തുകൃഷ്ണൻ ചെയർമാനായിരുന്ന സന്നദ്ധ സംഘടനയുടെ നിയമോപദേശകയാണ് ലാലി വിൻസെന്റ്. തനിക്ക് നിയമോപദേശക എന്ന നിലയിലുള്ള പ്രതിഫലം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് ലാലി വിൻസെന്റ് പറയുന്നു. അതേസമയം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ലാലി വിൻസെന്റ് AN രാധാകൃഷ്ണനെതിരെ നടത്തിയത്. ഞാൻ രാധാകൃഷ്ണനെ ഒരുപാട് തവണ അനന്തുവിൻ്റെ ഫ്ലാറ്റിൽ കണ്ടിട്ടുണ്ട്. അവരുടെ ബിസിനസ് ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ അവരുടെ എഗ്രിമെൻറ്റും വെച്ചിട്ടില്ല. കാരണം ഈ രാധാകൃഷ്ണൻ്റെ പ്രോജക്റ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ എഗ്രിമെൻറ്റുകൾ വയ്ക്കുന്ന കാര്യം അനന്തു എന്നോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ രാധാകൃഷ്ണനുമായി വലിയ സംഖ്യയുടെ ഇടപാടുണ്ടായിരുന്നു. ധാരാളം രൂപ എന്താ പറയുക, സൈൻ എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖാന്തരം രാധാകൃഷ്ണൻ അനന്തുവിൻ്റെ കമ്പനിയുമായി ബിസിനസ് ചെയ്യുകയും തിരിച്ച് അതിൻ്റെ ഇടപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സത്യസായി ട്രസ്റ്റ് ചെയർമാൻ അനന്തകുമാർ അടക്കം അനന്തകൃഷ്ണനുമായി കോടികളുടെ പണമിടപാട് നടത്തിയിട്ടുണ്ടെന്നും ലാലി വിൻസെന്റ് വെളിപ്പെടുത്തി. അനന്തകൃഷ്ണനെ എല്ലാവരും ചേർന്ന് ചതിക്കുകയായിരുന്നുവെന്നും ലാലി വിൻസെന്റ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പകുതി പണത്തിന് എന്ത് സാധനം നൽകിയാലും അത് തട്ടിപ്പായിരിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ പറഞ്ഞു. AN രാധാകൃഷ്ണൻ സംഘടിപ്പിച്ച സ്കൂട്ടർ വിതരണത്തിൽ BJPക്ക് പങ്കില്ല. BJP നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കും. പാർട്ടി എന്തായാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും നേതാവോ പ്രവർത്തകനോ അംഗമാണ് എന്നുണ്ടെങ്കിൽ ആ തട്ടിപ്പുകാർക്ക് എതിരെ നടപടി സ്വീകരിക്കാനുള്ളൊരു സംവിധാനം പാർട്ടിക്കകത്തുണ്ട്. അനന്തകൃഷ്ണനൊപ്പം കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് സജീവമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച സംഘടനയായ സീഡിന്റെ സെക്രട്ടറി മോഹനൻ പറഞ്ഞു. പലതവണ അനന്തകൃഷ്ണനൊപ്പം ലാലി വിൻസെന്റ് കണ്ണൂരിലെത്തി. നമ്മൾ പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടും, 50% സബ്സിഡിയിൽ സാധനം കിട്ടും എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് നമ്മളിതിൽ പ്രവർത്തിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മളെ കുടുംബക്കാരും നമ്മളെ സുഹൃത്തുക്കളും ഒരുപാട് ആൾ ഇതിനു വേണ്ടി സാധനത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരുതി കൂടി ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പോൾ നിങ്ങൾക്ക് തട്ടിപ്പാന്ന് അറിയില്ല? സീഡ് വഴി നടന്നിരുന്നത് തട്ടിപ്പായിരുന്നുവെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും മോഹനൻ പറയുന്നു. CSR ഫണ്ട് വഴി എങ്ങനെ പണം വരുമെന്ന് തനിക്കറിയില്ലായിരുന്നു. ചുരുക്കത്തിൽ രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയിൽ AN രാധാകൃഷ്ണന്റെയും ലാലി വിൻസെന്റിന്റെയും ജനകീയതയായിരുന്നു തട്ടിപ്പിന് അനന്തകൃഷ്ണന്റെ ഏക മൂലധനം.
ഇവരെ കൂടാതെ മറ്റ് ധാരാളം ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും ഇയാൾ പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നുവെങ്കിലും ഈ 2 നേതാക്കളുമായുള്ള അടുത്ത ബന്ധം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത്. ജനങ്ങൾക്ക് സഹായകമാകുന്ന സന്നദ്ധ പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അനന്തകൃഷ്ണൻ നേതാക്കളിൽ ഏറെ പേരെയും പരിപാടികളിൽ എത്തിച്ചിരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.